ഫോണിന് മുന്നിലേക്ക് നിർത്താവുന്നതാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നഗരത്തിന്റെ മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡന്റ് ക്രമമായി നിർത്തുക. നേരിട്ട് വെയിലേൽക്കാത്ത രീതിയിൽ കുട്ടികളെ ക്രമീകരിക്കണമെന്ന് അറിയിക്കുന്നു. UKG വിഭാഗം ബോയ്സ് സ്റ്റാൻഡിംഗ് LKG ഗേൾസിന്റെ 50 മീറ്റർ ഹീറ്റ്സ്. അല്ലൂസിൻ്റെ ആദ്യത്തെ ഓട്ട മത്സരമാണിത് 50 മീറ്ററിൽ. അല്ലൂസ് ആദ്യമായിട്ട് ഓരോ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോഴും ഞാനായിരുന്നു കുറേയും കൂടി എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ മോളുടെ ആദ്യത്തെ സ്പോർട്സ് അത് ഏതൊരു അമ്മയ്ക്കും ഏതൊരു പാരൻസിനും അതങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ അവളുടെ സ്പോർട്സ് എൻജോയ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അല്ലി ആയാലും അല്ലുമോളായാലും അവരുടെ സ്പോർട്സ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് പാരൻസ് എന്ന സ്ഥിതിക്ക് എനിക്ക് പോലും ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ പോലും ഇങ്ങനൊരു സ്പോർട്സിൽ പങ്കെടുത്ത ഓർമ്മ എനിക്കില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും നമ്മുടെ ആ ഒരു എന്താ പറയുക അറിയില്ല, അത് പറഞ്ഞറിയിക്കേണ്ടത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവിടെ ടീച്ചേഴ്സായാലും അവിടുത്തെ കുട്ടികളായാലും അവർക്ക് വളണ്ടിയേഴ്സായിട്ട് നിന്ന കുട്ടികളായാലും അവരൊരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ നിമിഷം ആ ഒരു പ്രോഗ്രാം നന്നായിട്ട് ആസ്വദിക്കുകയായിരുന്നു. കാരണം അവരുടെ സ്കൂളിൽ ആദ്യമായിട്ട് നടക്കുന്ന LKG UKG വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റായിട്ട് ഒരു ഡേ നടത്തുകയാണ് അവരുടെ സ്പോർട്സ്. സോ അത് അവരത്രയും നന്നായി കോർഡിനേറ്റ് ചെയ്തു. അത്രയും ക്ലിയർ കട്ടായിട്ട് ഓരോ ഐറ്റംസും അവർ കൊണ്ടുവന്നു. മക്കളെ മുന്നേ അവർ ട്രെയിനിങ് കൊടുത്തു ടീച്ചേഴ്സ്. സോ അവരത് നന്നായി തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. മോൾ ആദ്യമായിട്ട് പ്രൈസ് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഒരു അമ്മ എന്ന നിലയിൽ സന്തോഷവും സങ്കടം എന്തൊക്കെയോ വന്നു. ഇപ്പോൾ പോലും എനിക്കിത് റെക്കോർഡ് ചെയ്യുമ്പം അത്രയും ഒരു ഉള്ളിൽ സന്തോഷം നിറഞ്ഞ, അതായത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക്. സോ അത്രയും അല്ലു അത് എൻജോയ് ചെയ്ത് എന്താ പറയുക, അത്രയും അവളത് ആസ്വദിച്ചു. അല്ലെങ്കിൽ അവളുടെ ആദ്യത്തെ സ്പോർട്സ്, അവളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമിൽ അവൾ ചെയ്യുന്ന സ്പോർട്സ്, അവൾ ആദ്യമായിട്ട് ചെയ്ത സ്പോർട്സ് അവൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് അവിടെ നിന്ന് കണ്ടെടുത്തോളം എൻ്റെ മോൾ അതിൽ നന്നായി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എൻ്റെ മോളെന്ന് മാത്രമല്ല അവിടെ കളിച്ച ഓരോ കുരുന്നുകളും നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷവും എന്തൊക്കെയോ ആയിരുന്നു. അവർ ആദ്യമായിട്ട് നടത്തിയ ആ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് ആ മക്കൾക്ക്, കുരുന്നു മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരിക്കും. കാരണം അവരെത്ര അത് ആസ്വദിച്ചു. എത്ര വെയിലുണ്ടായിട്ട് പോലും മക്കൾ ഓരോന്നിനും വേണ്ടിയിട്ട് ഓടുന്നതും
ഒരു ക്ഷീണം കാണിക്കാണ്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ പലരുടെയും ഫോട്ടോസാണ് ഇപ്പോൾ ലാസ്റ്റ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അവർ പലരും വാങ്ങിയിട്ടുള്ള മൊമൻറ്റോസ്, സർട്ടിഫിക്കറ്റുകൾ, അതൊക്കെ അവർക്ക് എപ്പോഴും നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു മുതൽക്കൂട്ടാണത്.